നമസ്കാരം. ലോകം മുഴുവൻ പശ്ചിമേഷ്യയിലെ യുദ്ധവാർത്തകളിലേക്ക് കണ്ണുനട്ടിരിക്കുമ്പോൾ കിഴക്കൻ ഏഷ്യയിൽ നിന്ന് മറ്റൊരു പ്രകമ്പനം മുഴങ്ങുകയാണ്. മറ്റാരുമല്ല, ഉത്തര കൊറിയൻ തന്നെ. അമേരിക്കയുടെ ഹൃദയഭാഗത്തേക്ക് നേരിട്ട് ചെന്നെത്താൻ ശേഷിയുള്ള അത്യാധുനികമായ ഒരു പുതിയ മിസൈൽ എഞ്ചിൻ കിം ജോങ് ഉന്നിന്റെ നേതൃത്വത്തിൽ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു. വെറുമൊരു പരീക്ഷണമല്ലിത്. വാഷിംഗ്ടണെയും പെന്റഗണിനെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തുന്ന കൃത്യമായൊരു മുന്നറിയിപ്പാണ്. എന്താണ് ഈ പുതിയ എഞ്ചിനെ ഇത്ര അപകടകാരിയാക്കുന്നത്? റിപ്പോർട്ടുകൾ പ്രകാരം ഖര ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അതിശക്തമായ എഞ്ചിനാണിത്. സാധാരണ മിസൈലുകൾ വിക്ഷേപണത്തിന് മുൻപ് ഇന്ധനം നിറയ്ക്കാൻ ഏറെ സമയമെടുക്കുമ്പോൾ സോളിഡ് ഇന്ധന മിസൈലുകൾ ഏതു നിമിഷവും വിക്ഷേപിക്കാൻ തയ്യാറായിരിക്കും. ഇത് അമേരിക്കൻ ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണ കണ്ണുകളിൽ നിന്ന് മിസൈലുകളെ ഒളിപ്പിച്ചു നിർത്താൻ ഉത്തര കൊറിയയെ സഹായിക്കും. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളിൽ ഈ എഞ്ചിൻ ഘടിപ്പിക്കുന്നതോടെ അമേരിക്കയുടെ ഏത് കോണിലും ആണവ മുനകൾ എത്തിക്കാൻ ഉത്തര കൊറിയയ്ക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പരീക്ഷണം വെറുതെ സംഭവിക്കുന്നതല്ല. റഷ്യ യുക്രൈൻ യുദ്ധത്തിലും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിലും അമേരിക്കയുടെ ശ്രദ്ധ മാറിയിരിക്കുന്ന സമയം നോക്കിയാണ് ഉത്തര കൊറിയ ഈ നീക്കം നടത്തിയത്. റഷ്യയുമായി പ്രതിരോധ മേഖലയിൽ കൂടുതൽ അടുക്കുന്ന ഉത്തര കൊറിയയ്ക്ക് മിസൈൽ സാങ്കേതിക വിദ്യയിൽ മോസ്കോയുടെ രഹസ്യ സഹായം ലഭിക്കുന്നുണ്ടോ എന്ന സംശയവും ശക്തമാണ്. അമേരിക്കയുടെ ഉപരോധങ്ങളെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് തങ്ങളൊരു വൻ ശക്തിയായി മാറിയെന്ന് കിം ജോങ് ഉൻ വീണ്ടും ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ദക്ഷിണ കൊറിയയും ജപ്പാനും ഇതിനോടകം തന്നെ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി കഴിഞ്ഞു. മേഖലയിൽ കൂടുതൽ സൈനിക വിന്യാസത്തിന് അമേരിക്ക നിർബന്ധിതമാകും. ആയുധപ്പന്തയം കൊഴുക്കുമ്പോൾ പസഫിക് മേഖല വീണ്ടും അശാന്തിയുടെ കേന്ദ്രമാവുകയാണ്. സമാധാന ചർച്ചകൾക്ക് പകരം മിസൈൽ പരീക്ഷണങ്ങൾ ശബ്ദമുയർത്തുമ്പോൾ ലോകം മറ്റൊരു ശീതയുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ? ഉത്തര കൊറിയയുടെ ഓരോ മിസൈൽ കുതിപ്പും ഉന്നം വെക്കുന്നത് കേവലം ദൂരങ്ങളെയല്ല, മറിച്ച് നിലവിലുള്ള ലോകക്രമത്തെ കൂടിയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.